ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ ഇലക്ഷൻ താജ ഒപ്പീനിയൻ പോൾ സർവേ. കേരളത്തിലെ 14 ജില്ലകളിലായി 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ. താജ ഒപ്പീനിയൻ പോൾ സർവേയിൽ ആദ്യം നോക്കുന്ന ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ LDF 3 സീറ്റുകൾ വരെയും UDF 6 സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല എറണാകുളമാണ്. എറണാകുളം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ LDFും 10 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഇടുക്കിയാണ്. ഇടുക്കിയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ LDF 1 സീറ്റും UDF 4 സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത. താജ ഒപ്പീനിയൻ പോൾ സർവേയിലെ അടുത്തതായി നോക്കുന്ന ജില്ല കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ LDFും 4 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് LDFും 3 സീറ്റുകൾ വരെ UDFും 1 സീറ്റ് NDAയും നേടാനാണ് സാധ്യത. താജ ഒപ്പീനിയൻ പോൾ സർവേയിലെ അടുത്തതായി നോക്കുന്ന ജില്ല കൊല്ലമാണ്. കൊല്ലം ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ LDFും 7 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കോട്ടയമാണ്. കോട്ടയം ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ LDFും 7 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ LDFും 7 സീറ്റുകൾ വരെ UDFും 3 സീറ്റുകൾ വരെ NDAയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ LDFും 8 സീറ്റുകൾ വരെ UDFും 2 സീറ്റുകൾ വരെ NDAയും നേടാനാണ് സാധ്യത. താജ ഒപ്പീനിയൻ പോൾ സർവേയിലെ അടുത്ത ജില്ല പാലക്കാടാണ്. പാലക്കാട് ജില്ലയിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ LDFും 6 സീറ്റുകൾ വരെ UDFും 2 സീറ്റുകൾ വരെ NDAയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ LDFും 3 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. താജ ഒപ്പീനിയൻ പോൾ സർവേയിലെ അടുത്ത ജില്ല കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 8 സീറ്റുകൾ വരെ LDFും 5 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല വയനാടാണ്. വയനാട് ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും UDF നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിൽ 16 സീറ്റുകളാണുള്ളത്. 16 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ LDFും 14 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. കേരള നിയമസഭയിലെ ആകെയുള്ള 140 സീറ്റുകളിൽ LDF 45 സീറ്റുകൾ വരെയും UDF 87 സീറ്റുകൾ വരെയും NDA 8 സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത.